മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. മുപ്പത്തിമൂന്നാമത് മലങ്കര കാത്തലിക് ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ 33ാമത് മലങ്കര കാത്തലിക് ബൈബിൾ കൺവെൻഷൻ ഒക്ടോബർ 10 മുതൽ 12 വരെ തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് മേജർ ആർക്കിയപാർക്കിയൽ കത്തീഡ്രൽ ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വേറ്റനാട് മൗണ്ട് കാർമൽ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ കൺവെൻഷന് നേതൃത്വം നൽകി. ക്രമീകരണങ്ങൾക്ക് തിരുവനന്തപുരം വൈദിക ജില്ല നേതൃത്വം നൽകി. സന്ദർശനം നടത്തി. കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഒക്ടോബർ 13-ന് KCBC പ്രസിഡന്റ് മൊറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയെ തിരുവനന്തപുരം പട്ടം ബിഷപ്സ് ഹൗസിൽ വെച്ച് സന്ദർശിക്കുകയും എയ്ഡഡ് സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ അനുകൂലമായ തീരുമാനങ്ങൾ അറിയിക്കുകയും ചെയ്തു. അത്യഭിമന്യ കാതോലിക്ക ബാവ സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും KCBCയുടെ നന്ദി അറിയിക്കുകയും ചെയ്തു. ആരാധനക്രമവർഷ റിസോഴ്സ് പേഴ്സൺസ് ട്രെയിനിംഗ് നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ 2025 സെപ്റ്റംബർ 20 മുതൽ 2026 സെപ്റ്റംബർ 19 വരെ ആരാധനക്രമ വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി അൽമായർക്കായുള്ള ആരാധനക്രമവർഷ റിസോഴ്സ് പേഴ്സൺസ് ട്രെയിനിംഗ് ഒക്ടോബർ 17, 18 എന്നീ തീയതികളിൽ തിരുവല്ല ശാന്തി നിലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. തിരുവല്ല അതിഭദ്രാസന മുഖ്യ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ഐസക് പരപ്പള്ളിൽ ഊറാറ കൊണ്ട് അലങ്കരിച്ച കുരിശും കത്തിച്ച 7 തിരികളും പ്രതിഷ്ഠിച്ചുകൊണ്ട് ട്രെയിനിംഗ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സ്കോട്ട്സ് ലീബ പൊളിമൂടൻ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് ഫാദർ ഡോക്ടർ ഐസക് പരപ്പള്ളിൽ, ഫാദർ ചെറിയാൻ കുരിശുമൂട്ടിൽ, ഫാദർ സ്കോട്ട്സ് ലീബ പൊളിമൂടൻ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. 95ാമത് പുനരൈക്യ ദിനം ആഘോഷിച്ചു. ജർമ്മനിയിലെ മലങ്കര സുറിയാനി കത്തോലിക്ക ജനസമൂഹം 95ാമത് പുനരൈക്യ ദിനം ഒക്ടോബർ 4-ന് ഫ്രാങ്ക്ഫർട്ട് ദേവാലയത്തിൽ വെച്ച് ആഘോഷിച്ചു. ഫാദർ ഓസ്റ്റിൻ ജോൺ തെക്കേതിൽ വേർഡ് ഓഫ് ഗോഡ്, ഇറ്റ്സ് പാസ്റ്ററൽ ആൻഡ് തിയോളജിക്കൽ റെലവൻസ് എന്ന വിഷയത്തിൽ നടത്തിയ ബൈബിൾ ക്ലാസോടുകൂടി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് മാവേലിക്കര ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പോലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിലും ഡൽഹി ഗുഡ്ഗാവ് സെന്റ് ജോൺ ക്രിസോസ്റ്റം ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ അന്തോണിയോസ് മെത്രാപ്പോലീത്തായുടെ സഹകാർമ്മികത്വത്തിലും പരിശുദ്ധ കുർബാന അർപ്പിച്ചു. അതേ തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, യുവജനങ്ങളുടെ ഇന്റർസെഷൻ പ്രയർ മിനിസ്ട്രി ഉദ്ഘാടനം, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ നടത്തപ്പെട്ടു. വചനവർഷത്തോടനുബന്ധിച്ച് ജർമ്മനിയിലെ എല്ലാ യൂണിറ്റുകളും ചേർന്നെഴുതി പൂർത്തിയാക്കിയ ബൈബിൾ കൈയെഴുത്ത് പ്രതിയുടെ പ്രകാശനവും ആരാധനക്രമ വർഷത്തിന്റെ ഉദ്ഘാടനവും അഭിമന്യ പിതാക്കന്മാരാൽ നിർവഹിക്കുകയുണ്ടായി. ക്രമീകരണങ്ങൾക്ക് ജർമ്മനിയിലെ മലങ്കര കത്തോലിക്ക സഭയുടെ പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾ നേതൃത്വം നൽകി. മാക്ഫസ്റ്റ് കോളേജിന് ഓട്ടോണമസ് പദവി. തിരുവല്ല അതിഭദ്രാസനത്തിന്റെ കീഴിൽ 2001 മുതൽ പ്രവർത്തനം ആരംഭിച്ച തിരുവല്ല മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിന് ഓട്ടോണമസ് പദവി. കോളേജിന് ലഭിച്ച ഓട്ടോണമസ് പദവി ചിട്ടയായ പ്രവർത്തനങ്ങളുടെയും പരിശീലനങ്ങളുടെയും വിലയിരുത്തലുകളുടെയും ആകത്തുകയാണെന്ന് ഒക്ടോബർ 15-ന് തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പോലിത്തൻ കത്തീഡ്രൽ അങ്കണത്തിൽ വെച്ച് നടന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് അധ്യക്ഷത വഹിച്ച് സംസാരിച്ച മൊറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ പറഞ്ഞു. അനുസ്മരണം നടത്തപ്പെട്ടു. MCA തിരുവല്ല വൈദിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ദ്വിതീയ മെത്രാപ്പോലിത്തയായ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ 31ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഒക്ടോബർ 11-ന് കോട്ടൂർ തുരുത്തേൽ മാർ ഗ്രിഗോറിയസ് മണ്ഡപത്തിലെ ദിവ്യകാരുണ്യാലയത്തിൽ വെച്ച് അനുസ്മരണ പ്രഭാഷണവും സമ്മേളനവും മാർ ഗ്രിഗോറിയസ് മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തപ്പെട്ടു. MCA പ്രസിഡന്റ് ശ്രീ ബിജു ജോർജ് അധ്യക്ഷത വഹിച്ച അനുസ്മരണ സമ്മേളനം തിരുവല്ല സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ തോമസ് കാഞ്ഞിരത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. MCYM അതിഭദ്രാസന ഡയറക്ടർ ഫാദർ ചെറിയാൻ കുരിശുമൂട്ടിൽ അനുസ്മരണ പ്രഭാഷണവും ഫാദർ മാത്യു വാഴയിൽ അനുഗ്രഹ സന്ദേശവും നൽകി. തുടർന്ന് ധൂപപ്രാർത്ഥനയും നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക്
MCA തിരുവല്ല വൈദിക ജില്ല നേതൃത്വം നൽകി. ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. തിരുവനന്തപുരം മേജർ അധിപദ്രാസനത്തിലെ ഫാദർ ആന്റണി മരിയ ഭവൻ ഒക്ടോബർ 16 റോമിലെ പൊന്തിഫിക്കൽ ഹോളി ക്രോസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മോറൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. അഭിമന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് മെത്രാപ്പോലീത്ത, അഭിമന്യ ജോഷോ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലീത്ത എന്നിവർ റോമിൽ വെച്ച് ഫാദർ ആന്റണി മരിയ ഭവന് ആശംസകൾ അർപ്പിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.